എല്ലാവർക്കും നമസ്കാരം. ചെറുപ്പം മുതലേ ഞാൻ എല്ലാ കാര്യവും ഓർത്ത് വെക്കുന്ന ഒരാളാണ്. അന്നേരം ഞങ്ങളുടെ വീട്, പണ്ടത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമും മൺകട്ട വെച്ചായിരുന്നു. ഒരു റൂമും ഒരടുക്കളയും ഒരു സിറ്റ് ഔട്ടേ ഉണ്ടായില്ല. ഒരു ബൾബേ കത്തിക്കാൻ പറ്റും അന്നേരം ആ വീട്ടിൽ ഞങ്ങൾ കുറേ ആൾ കിടക്കും. തിരിഞ്ഞ് കിടക്കാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് തന്നെ. അമ്മേരെ വീട്ടിൽ നിന്ന് അമ്മേരെ അനിയത്തിമാരുടെ മക്കളെല്ലാം പഠിക്കാൻ വേണ്ടി കടുമേനി വന്നതുകൊണ്ട് ഒരു റൂമിൽ കുറേ ആൾക്കാർ കിടക്കും. മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചോർച്ച ഉണ്ടാകുമ്പോൾ അച്ഛൻ എന്താക്കുമെന്നറിയോ, ഈ പച്ച പോലെ എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് കുത്തി വെക്കും, വെള്ളം വരാതിരിക്കാൻ വേണ്ടി. അന്നേരം രാത്രി ഞങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് വെള്ളം വീഴാത്ത രീതിയിലാക്കിയിട്ടെല്ലാമായിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞു കൂടിയത്. ആ കാലഘട്ടമെല്ലാം ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. 2 റൂമും, ഒരു ഹാളും ഒരു റൂമും ഒരടുക്കളയും ഒരു ലൈറ്റ് മാത്രം. ആ കാലഘട്ടത്തിലെല്ലാം ജീവിച്ചു കൂടി വന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം വരുമ്പോഴേ അടിപൊളി വീട്. അന്ന് അതുപോലത്തെ വീട്ടിലെല്ലാം താമസിച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും ഇല്ലായ്മയും എന്താണെന്നറിയാം. അതുകൊണ്ട് എല്ലാം അറിഞ്ഞ് വന്നതാണ് മുന്നോട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടായില്ലെങ്കിലും, കഞ്ഞിക്ക് കറി ഉണ്ടായില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, കഞ്ഞി കുടിക്കും. നമ്മൾ ആദ്യം അങ്ങനെ ചമ്മന്തി അരച്ച്, തേങ്ങ ചമ്മന്തി അരച്ച്, ചുട്ടരച്ച ചമ്മന്തി അരച്ചിട്ട് കാന്താരി മുളക് വരെ അരച്ചിട്ട് കഞ്ഞി കുടിച്ചാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം മുന്നോട്ട് ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം കിട്ടുമ്പോഴല്ല നമ്മൾ ആ കാലഘട്ടം ഓർക്കുന്നുണ്ട്, അന്ന് അങ്ങനെയെല്ലാം ജീവിച്ചിട്ടുണ്ടെന്ന്. അന്നേരം ഇതേപോലെ ജീവിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ആ കാലഘട്ടത്തിൽ